നമസ്കാരം. ലോകം വീണ്ടും ദോഹയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നടക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെ സംഭാഷണമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ചരിത്രത്തിന്റെ പുതിയ അധ്യായമാണ്. പക്ഷേ ആ ചർച്ച ലോകത്തിന്റെ വെറും സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഹോർമൂസ് കല്ലിടുക്കൽ മിസൈലുകളുടെ പുക ഇനിയും പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. യുദ്ധക്കപ്പലുകളുടെ എഞ്ചിനുകൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. പശ്ചിമേഷ്യയുടെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ നിഴലിൽ നിന്നും ഭയം വിതറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യുദ്ധഭൂമിയുടെ മറുവശത്ത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ മറ്റൊരു പോരാട്ടം ആരംഭിക്കുകയാണ്. അത് വെടിയുണ്ടകളുടെ പോരാട്ടമല്ല, നയതന്ത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തി പ്രകടനത്തിന്റെയും പോരാട്ടമാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക, മറുവശത്ത് ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാൻ. ഇരുവരും പരസ്പരം സംശയിക്കുന്നു. ഇരുവരും സ്വന്തം ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇരുവരും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ യുദ്ധം ഇനിയും നീണ്ടാൽ കത്തിപ്പോകുന്നത് ഒരു മേഖല മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നാഡിയാണ്. ഹോർമൂസിലൂടെ ഒഴുകുന്നത് എണ്ണ മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക പ്രതീക്ഷകൾ കൂടിയാണ്. അവിടെ ഒരു മിസൈൽ പതിക്കുമ്പോൾ ഓഹരി വിപണികൾ പോലും വിറയ്ക്കുന്നുണ്ട്. ഒരു ചരക്ക് കപ്പൽ വഴി മാറുമ്പോൾ ഇന്ധനവില കത്തിക്കയറുന്നു. ഒരു തെറ്റായ സൈനിക തീരുമാനം കോടിക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിത ചെലവിനെ ബാധിക്കുന്നു. അതിനാലാണ് ഇന്ന് ദോഹയിലെ ഓരോ അടച്ചിട്ട വാതിലിനകത്ത് നടക്കുന്ന ഓരോ ചർച്ചയും ലോകം ഇത്രയും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. വെടിനിർത്തലിന് ശേഷവും വിശ്വാസം തിരിച്ചുപിടിക്കാൻ കഴിയും, അതോ ഇത് മറ്റൊരു യുദ്ധവിരാമത്തിന്റെ ഇടവേള മാത്രമാണ്? ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യം. എന്നാൽ ഇടക്കാല വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കി യുഎസും ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനിടെ തുടർ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ ഒരു യോഗത്തിനായി അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും നാളെ ദോഹയിൽ നടക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ലോകത്തെ അറിയിച്ചത്. എന്നാൽ ഈ ആഴ്ച യുഎസുമായി ദോഹയിൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചർച്ചകളൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി കാസിം ഖരീബാബാദി പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനു പിന്നാലെയാണ് ഇറാൻ ചർച്ചകൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നാളെ ചർച്ച നടത്തുമെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദം പുറത്തുവന്നത്. ഇതിനുശേഷം ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ലഭ്യമായിട്ടില്ല. അതേസമയം നിലവിലെ സംഭവ വികാസങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സാങ്കേതിക ചർച്ച ദോഹയിൽ നടക്കുമെന്ന് നയതന്ത്ര വിദഗ്ധരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചരക്കുകപ്പൽ ആക്രമിച്ചതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് ഇറാൻ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ സംഭരണ കേന്ദ്രം, കടൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ ശനിയാഴ്ച US ആക്രമിച്ചിരുന്നു. തെക്കൻ ഇറാനിലെ സിറിക്കിൽ സ്ഫോടനമുണ്ടായി. പിന്നാലെ യുഎസിന് സൈനിക നടപടിയിലൂടെ ബാക്കി ദൗത്യം പൂർത്തിയാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അത് കഴിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം കാണില്ല എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി. ട്രംപിന്റെ ഭീഷണി ഉണ്ടായി 1 മണിക്കൂറിനകം കുവൈറ്റിലെയും ബഹ്റൈനിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും വ്യോമാക്രമണം നടത്തി. ശേഷം ആക്രമണങ്ങളിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കുകയാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിക്കുകയുണ്ടായി. പിന്നാലെയാണ് ഇപ്പോൾ ദോഹയിൽ ചർച്ച നടക്കുമെന്ന വിവരവും പുറത്തുവരുന്നത്. US പ്രതിനിധി സംഘത്തിന് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഉണ്ടായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം ആദ്യം ഒപ്പുവെച്ച ധാരണാപത്രം നിലവിലിരിക്കെ ചൊവ്വാഴ്ചത്തെ ചർച്ചകൾ ആദ്യം സ്വിറ്റ്സർലൻഡിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ സാഹചര്യം കൂടുതൽ വഷളായർന്ന് ദോഹയിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ചർച്ചകളുടെ വിജയം അമേരിക്കയുടെയോ ഇറാന്റെയോ മാത്രം വിജയമാകില്ല, അത് ലോക വിപണിയുടെ വിജയമാകും. പരാജയപ്പെട്ടാൽ നഷ്ടം അനുഭവിക്കുന്നത് പശ്ചിമേഷ്യ മാത്രമായിരിക്കില്ല, ഏഷ്യയിലെ സാധാരണ ഉപഭോക്താവിൽ നിന്ന് യൂറോപ്പിലെ വ്യവസായം വരെയും അതിന്റെ ആഘാതം അനുഭവിക്കും. അതിനാൽ ദോഹ ഇന്നൊരു നഗരമല്ല, യുദ്ധവും സമാധാനവും തമ്മിൽ നിൽക്കുന്ന അവസാന നയതന്ത്ര വേദിയാണ്. ആ വേദിയിൽ എടുക്കുന്ന ഓരോ തീരുമാനവും നാളത്തെ ലോകക്രമത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ചയല്ല, ലോകം മുഴുവൻ ശ്വാസമടക്കി കാത്തിരിക്കുന്ന നിർണായക നിമിഷമാണ്.